കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ ആവശ്യത്തിന് മറുപടിയുമായി VK പ്രശാന്ത്. വാടക കരാറിന്റെ കാലാവധി ഒഴിയും വരെ ഓഫീസ് ഒഴിയില്ലെന്നും ഒഴിപ്പിക്കാൻ നോക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MLA ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശ്രീലേഖയുടെ ആവശ്യം സാമാന്യ മര്യാദയല്ലെന്നും പ്രശാന്ത് വിമർശിച്ചു. ആദ്യം VK പ്രശാന്തിന്റെ വാക്കുകൾ കേൾക്കാം, പിന്നീട് ചന്തു ചന്ദ്രശേഖർ വിശദാംശങ്ങൾ നൽകും. ഞാൻ പറഞ്ഞത് കാലാവധി കഴിയട്ടെ, കാലാവധി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. എന്തായാലും അതിന് മുമ്പ് നിങ്ങൾക്ക് ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിച്ചോ, അപ്പോൾ നമുക്ക് നിയമപരമായി നോക്കാം എന്നുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു സാമാന്യ മര്യാദയല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ചിട്ടാണോ ഈ വിളി വന്നതെന്നുള്ള കാര്യവും എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ച് അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നില്ല. പക്ഷേ ഇതൊരു ശരിയായ നടപടിയല്ല. കരാർ കാലാവധി കഴിയുന്നവരെ അവിടെ ഞങ്ങളുണ്ടാവും. അതിനു മുമ്പ് അവർ ഒഴിപ്പിക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടും. ചന്തു ഉണ്ട് വിവരങ്ങളുമായിട്ട്. ചന്തു, ഇപ്പോൾ MLA നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ പറഞ്ഞ അതേ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നിയമപരമായി ഈ സമയം ചോദിച്ചിട്ടുണ്ട്, വാടക കാലാവധി തീരുന്നവരെ സമയം ചോദിച്ചിട്ടുണ്ട്. അതിന് മുൻപ് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോയാൽ അതിനെ നിയമപരമായി നേരിടുമെന്ന് MLA പറയുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊന്നും ഈ നല്ല പ്രവണതയല്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ VK പ്രശാന്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ചന്തു. ഇത് ഈ ശ്രീലേഖ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണോ അതോ നേതൃത്വത്തിന്റെ അറിവുണ്ടോ എന്നൊരു സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിവാദത്തിന്റെ ഇപ്പോഴത്തെ പോക്ക്? സേതുലക്ഷ്മി, MLA പ്രകടിപ്പിക്കുന്ന വാക്കുകൾ അത് ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. കാരണം നഗരസഭയിൽ BJP മേയർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരുടെ ഭൂരിപക്ഷത്തിൽ ഭരണം ആരംഭിച്ചിരിക്കുന്നു. അതിന് തൊട്ട് അടുത്ത ദിവസമാണ് ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കുകയും ഒക്കെ ചെയ്ത ആർ ശ്രീലേഖ, ശാസ്തമംഗലം വാർഡ് കൗൺസിലർ, അവരുടെ വാർഡിൽ വരുന്ന ഈ ഓഫീസ് MLA VK പ്രശാന്ത് വർഷങ്ങളായി തുടരുന്ന ആ ഓഫീസിൽ നിന്ന് ഒഴിയണമെന്ന് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അറിയിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ VK പ്രശാന്ത് തന്നെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണ ഇതിന് ഉണ്ടോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കാരണം അങ്ങനെയല്ല, അത് നടപടിക്രമങ്ങൾ അങ്ങനെയല്ല. സ്വാഭാവികമായും ഒരു കൗൺസിലർക്ക് MLAയോട് അവിടെ നിന്നും ഒഴിയണമെന്ന് പറയാനുള്ള ജനാധിപത്യപരമായ ഒരു കീഴ്വഴക്കം അങ്ങനെ അല്ല എന്നതാണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെ ഓഫീസ് ഒഴിയണമെങ്കിൽ അത് കോർപ്പറേഷനെ അറിയിക്കണം, കോർപ്പറേഷൻ സെക്രട്ടറി ഇത്തരത്തിൽ MLAക്ക് നോട്ടീസ് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പോകുന്നത്. അപ്പോൾ കോർപ്പറേഷനിൽ നിന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും MLAയുമായി ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ശ്രീലേഖ നേരിട്ട് ഫോണിൽ MLAയെ വിളിച്ച് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും കോർപ്പറേഷൻ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടത് അത്യാവശ്യമാണ്. ശ്രീലേഖ 10:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർ അവരുടെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ന്യൂസ് മലയാളം സംസാരിച്ചപ്പോൾ MLA VK പ്രശാന്ത് തന്നെ വ്യക്തമാക്കിയതുപോലെ ഇനിയും നേരത്തെ നഗരസഭ കൂടി കൗൺസിൽ കൂടി തീരുമാനിച്ചാണ് അവിടെ തങ്ങുന്നതും. അത് സംബന്ധിച്ച് ഇനിയും കാലാവധി അവിടെ തങ്ങാം എന്നുള്ള കാലാവധി അദ്ദേഹത്തിനുണ്ട്. അതിനിടയ്ക്ക് ഇത്തരത്തിൽ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ അത് നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് VK പ്രശാന്ത് വീണ്ടും നിലപാട് ആവർത്തിക്കുന്നത്. പക്ഷേ ഇത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നമായി കൂടി മാറിയിരിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ BJPയുടെ ഒരു കൗൺസിലർ തന്നെ വിളിച്ചിട്ട് MLAയുടെ ഓഫീസ് അവിടെ നിന്ന് മാറണമെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയപരമായി തന്നെ നേരിടാനാണ് ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം BJP സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവ് മത്സരിക്കുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA കൂടിയായ VK പ്രശാന്തിനെ അവിടെ നിന്ന് മാറണമെന്ന് ഫോണിൽ വിളിച്ച് ശ്രീലേഖ തന്നെ അറിയിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയമായി വലിയ മാറ്റങ്ങൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.